ബോളിവുഡിന്റെ ദളപതിക്ക് ദ്രാവിഡ പാർട്ടികളെ വെട്ടിവീഴ്ത്തി തമിഴക രാഷ്ട്രീയത്തിൽ വിജയത്തേറിലേറാനാകുമോ? TVK അഥവാ തമിഴക വെട്രിക്കഴകം എന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40% വോട്ടുകൾ നേടി ദളപതിയെ തമിഴ്നാടിന്റെ മുതലമൈച്ചർ അഥവാ മുഖ്യമന്ത്രിയാക്കാനുള്ള കരുത്തുണ്ടോ? ഉറപ്പായും കനവ് കണ്ടതൊക്കെ യാഥാർത്ഥ്യമാക്കുക ഒട്ടും എളുപ്പമല്ല. തലമുറ മാറ്റത്തിനൊരുങ്ങി നിൽക്കുന്ന തമിഴ്നാട് അരസിയലിൽ ചലച്ചിത്ര നടൻ വിജയിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടേണ്ടി വരിക കടുത്ത വെല്ലുവിളികൾ തന്നെയാണ്. വെള്ളിത്തിരയിൽ തിളങ്ങി അരസിയലിൽ പയറ്റി വിജയിച്ച താരങ്ങൾ MGRും ജയലളിതയും എല്ലാം വിജയ്ക്ക് വഴികാട്ടിയായി ചരിത്രത്തിൽ തെളിഞ്ഞു വിളങ്ങുന്നു. അതേസമയം വിജയകാന്തിനും കമൽഹാസനും സംഭവിച്ച പരാജയവും വിജയ്ക്ക് മുന്നിൽ ഉദാഹരണങ്ങളായി മുന്നിലുണ്ട്. ഏതു വഴിയാകും ദളപതിയുടേത്? ഉറപ്പായും വെട്രി വഴി തന്നെ. ഏൻ വഴി തനി വഴി എന്ന മട്ടിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി മുന്നേറാൻ തന്നെയാണ് വിജയുടെ പദ്ധതി. തെലുങ്ക് സൂപ്പർ താരമായ പവൻ കല്യാൺ ആന്ധ്ര രാഷ്ട്രീയത്തിൽ സൂപ്പർ ഹീറോ ആയത് വിജയ്ക്കും ഒരു പ്രചോദനം തന്നെയാണ്. ജനസേന എന്ന പവൻ കല്യാണിന്റെ പാർട്ടിയുടെ വളർച്ച അപ്രതീക്ഷിതമായിരുന്നു. TDP നേതാവ് ചന്ദ്രബാബു നായിഡുവുമായി പവൻ കല്യാൺ കൈകോർത്തതോടെ ആന്ധ്രയിൽ YSR കോൺഗ്രസ് തകർന്നടിഞ്ഞു. ചന്ദ്രബാബു നായിഡു ആന്ധ്ര മുഖ്യമന്ത്രിയായി, പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രി. പക്ഷെ പവൻ കല്യാണിന്റെ തലയിൽ വരച്ചതാകില്ല വിജയുടെ നെറ്റിയിൽ കുറിച്ചിട്ടിരിക്കുന്നത്. പവൻ കല്യാണിന്റെ ജനസേനയ്ക്ക് കിട്ടിയതുപോലുള്ള ഒരു സഖ്യസാധ്യത തമിഴക വെട്രിക്കഴകം എന്ന വിജയുടെ പുതിയ പാർട്ടിക്ക് ലഭിക്കാനേ ചാൻസ് ഇല്ല. ദ്രാവിഡ പാർട്ടികളായ DMKയോടും അണ്ണാ DMKയോടും വർഗീയത നിറഞ്ഞ BJPയോടും കടുത്ത വിയോജിപ്പ് പുലർത്തുന്ന വിജയ്ക്ക് അവരോടൊപ്പമുള്ള ഒരു സഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. തമിഴക രാഷ്ട്രീയത്തിലെ യുവ തുർക്കികളാണ് DMKയുടെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ഉദയനിധി സ്റ്റാലിനും വലിയ പദവികളിലെത്തുമെന്ന് BJP നേതാക്കൾ വിശേഷിപ്പിക്കുന്ന K അണ്ണാമലയും. തമിഴ് യുവത ഇരുവരുടെയും വാക്കുകൾക്ക് കാതോർക്കുന്നുണ്ട്. ഇതേ യുവ വോട്ടർമാരിൽ തന്നെയാണ് വിജയും കണ്ണുവച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ ആവശ്യമായ 40% വോട്ടുകൾ യുവാക്കളെ ചേർത്ത് നിർത്തി ഉറപ്പിക്കാനാകുമോ എന്നതാണ് വിജയുടെ മുന്നിലെ വെല്ലുവിളി. തമിഴ് സിനിമയിൽ ദളപതിക്കുള്ള വലിയ ആരാധക വൃന്ദത്തെ രാഷ്ട്രീയപരമായും ഒപ്പം നിർത്താനാകുമോ? എന്തായാലും ആരാധക പിന്തുണ വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് വിജയ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള പ്ലാനുകൾ എന്തെന്ന് വഴിയേ മനസ്സിലാകും. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആകെയുള്ള 234 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കും വിജയുടെ TVK. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും വൻ റാലികൾ ഉണ്ടാകും. സംസ്ഥാന വ്യാപകമായി വൻ പര്യടനങ്ങൾ നടത്തും. എല്ലാം വിജയ് തന്നെ മുന്നിൽ നിന്ന് നയിക്കും. അപ്പോൾ എതിരാളികളോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റും നേടിയ ഇന്ത്യ മുന്നണിയുടെ നെടുംതൂണായ മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ DMKയും തന്നെയാണ് വിജയുടെ TVKയുടെ പ്രധാന എതിരാളികൾ. ജയലളിതയുടെ മരണത്തോടെ ഛിന്നഭിന്നമായ അണ്ണാ DMK തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞു. BJPയെ നിലം തൊടിയിക്കാൻ പോലും സ്റ്റാലിൻ അനുവദിക്കുന്നില്ല. അതായത് നിലവിൽ ശക്തമായ ഒരു പ്രതിപക്ഷം പോലും സ്റ്റാലിനെതിരെ തമിഴ്നാട്ടിലില്ല. മനസ്സുവെച്ചാൽ ഈ സാഹചര്യം മുതലാക്കാൻ വിജയുടെ TVKയ്ക്ക് കഴിയും. പക്ഷെ സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും നേരിടുക ഒട്ടും എളുപ്പമല്ല. അനുകൂലമായ ഘടകം എന്താണെന്നാൽ വിജയ് കളത്തിലിറങ്ങിയാൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കൂട്ടത്തോടെ അണികളും നേതാക്കളും TVKയിലേക്ക് ഒഴുകി എത്തിയേക്കാമെന്നതാണ്. ഒരുപിടി ചെറിയ പാർട്ടികൾ വിജയോടൊപ്പം ചേരാനും സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ അതൊരു മികച്ച പ്രതിപക്ഷ സഖ്യമായി വളരാനിടയുണ്ട്. മർമ്മത്തടിക്കാനായാൽ സ്റ്റാലിൻ എന്ന വൻമരം വീഴാനും ചാൻസ് ഉണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അണ്ണാ DMK വരുത്തിയ വലിയ വിടവ് വിജയുടെ TVK നികത്തുമെന്ന ചിലരുടെ സ്വപ്നം പോലും പൂവണിയാനിടയുണ്ട്. MK സ്റ്റാലിൻ എന്ന കരുത്തുറ്റ സിംഹത്തിന്റെ പിൻഗാമിയായി തമിഴ് മക്കൾ കാണുന്നത് ഉദയനിധി സ്റ്റാലിൻ എന്ന തീപ്പൊരി നേതാവിനെയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് BJPയുടെ വർഗീയതയെ വിരൽ ചൂണ്ടി നിശിതമായി വിമർശിക്കുന്ന യുവ തുർക്കി, DMKയുടെ യുവരാജാവ്. സ്റ്റാലിന് ശേഷം തമിഴ്നാട് മുതലമൈച്ചർ പദവിയിലേക്ക് ഉദയനിധിയെയാണ് ഉയർത്തിക്കാട്ടപ്പെടുന്നത്. അതിനാൽ തന്നെ രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ ചുവടുവയ്പ് ഏറ്റവും അധികം ബാധിക്കുന്നതും ഉദയനിധി സ്റ്റാലിനെ തന്നെയാകും. ആരാധക ഹൃദയം കീഴടക്കിയ വിജയുടെ TVK രാഷ്ട്രീയപരമായി ജനങ്ങളെ സ്വാധീനിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് DMK. കാരണം തമിഴ്നാടിന്റെ ചരിത്രം അങ്ങനെയാണ്. സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നിറങ്ങി തമിഴ് മക്കളുടെ മനസ്സിൽ കുടിയേറി മുഖ്യമന്ത്രി പദത്തിലേറിയ MG രാമചന്ദ്രന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് തമിഴകം. MGRന്റെ പിൻഗാമിയായി വന്ന ജയലളിതയും സിനിമ വിട്ട് തമിഴകത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ കുടിയേറിയ അമ്മയാണ്. രജനീകാന്തിനു ശേഷം വിജയോളം താരമൂല്യമുള്ള ഒരു താരം തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടില്ല.
അതുകൊണ്ട് തന്നെ വിജയ് സിനിമാ ജീവിതത്തിന് തിരശ്ശീലയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ DMK മുൻകരുതലുകൾ ഏറെ എടുക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് ആരാധകരാണ് ദളപതിക്കുള്ളത്. ഇതിൽ ചെറുപ്പക്കാരും യുവതികളും മുതൽ കൊച്ചു കുട്ടികൾ വരെയുണ്ട്. പ്രായമായവർക്കിടയിൽ പോലും വലിയ സ്വീകാര്യതയും വിജയ്ക്കുണ്ട്. വിജയ് മക്കൾ ഇയക്കം എന്ന അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയ്ക്ക് ഉൾനാടൻ ഗ്രാമങ്ങൾ മുതൽ നഗരങ്ങൾ വരെ ശക്തമായുള്ള സംഘടനാ സംവിധാനമുണ്ട്. ഈ കരുത്ത് TVK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുറപ്പാണ്. ഒപ്പം വിജയ് എന്ന താരപ്രചാരകനായിരിക്കും TVKയുടെ സ്റ്റാർ ക്യാമ്പയിനറും. വിജയ്ക്ക് ഓരോ വേദികളിലും ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറിയാൽ അത് DMKക്ക് ഉറപ്പായും ദോഷം ചെയ്യും. TVK പാർട്ടി കൊടി വീശിയിറങ്ങുന്ന ദളപതിയെ പ്രതിരോധിക്കാൻ ഉലക നായകൻ കമൽഹാസനെ ഒപ്പം നിർത്താനാണ് DMKയുടെ ശ്രമം. രാജ്യസഭാ അംഗത്വം കമലിന് വാഗ്ദാനം ചെയ്തതും ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ദളപതിയുടെ ആരാധക കരുത്തിന് മുന്നിൽ കമൽഹാസൻ ഒന്നുമല്ലെന്നതിനാൽ ഈ ശ്രമം വേണ്ടത്ര ഗുണം ചെയ്യില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം ദളപതിയുടെ TVKയിലേക്ക് സിനിമാ രംഗത്ത് നിന്നും മറ്റു ചില പ്രമുഖർ കൂടി കടന്നുവരാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. വിജയ് ഏറെ ശ്രദ്ധയോടെയാണ് ഓരോ രാഷ്ട്രീയ ചുവടും വയ്ക്കുന്നത്. MGRന്റെ വിജയത്തിൽ നിന്ന് മാത്രമല്ല, വിജയകാന്തിനും കമൽഹാസനും സംഭവിച്ച പരാജയത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നടൻ വിജയകാന്തിന്റെ DMDK ആദ്യ തിരഞ്ഞെടുപ്പിൽ 234 മണ്ഡലത്തിലും മത്സരിച്ച് നേടിയത് 8.38% വോട്ടുകൾ മാത്രമാണ്. മക്കൾ നീതിമയം എന്ന പാർട്ടിയുമായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കമൽഹാസന് കിട്ടിയതോ 2.62% വോട്ടും. വിജയകാന്തിന് വിരുദ്ധാചലത്ത് വിജയിക്കാനായപ്പോൾ കോയമ്പത്തൂർ കടമ്പയിൽ കമൽഹാസൻ അമ്പെ പരാജയപ്പെട്ടു. നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ അവിശ്വാസമുള്ളതിനാൽ ആദ്യ അംഗത്തിൽ വിജയ് ഒരു മുഖ്യധാര പാർട്ടിയുടെ നിഴലിൽ ഒതുങ്ങില്ല എന്ന് നമുക്ക് ഊഹിക്കാം. അതായത് DMK, AIADMK, BJP തുടങ്ങിയ കക്ഷികൾക്കൊപ്പം വിജയുടെ TVK കൂടി എത്തുമ്പോൾ 2026 തമിഴ്നാട്ടിൽ ചതുഷ്കോണ പോരാട്ടത്തിന് കൂടിയാണ് കളമൊരുങ്ങുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.